എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കീം 2024 എക്സാമിന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ നമ്മുടെ മാർക്ക് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ഈസി ആയിട്ട് കുറച്ചുകൂടെ മാർക്ക് അടിക്കാം, ഒന്നും പഠിക്കാത്തവർക്ക് പാസ്സാവാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെ, പെട്ടെന്ന് നോക്കി പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കീം 2024 സ്പെഷ്യൽ വീഡിയോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതിക്കൂല. അതിൻ്റെ ഇടയിൽ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ, സെൻട്രൽ ഇഷ്യൂ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കോഴിക്കോടുള്ളവന് കൊല്ലത്തും, കൊല്ലത്തുള്ളവന് കോട്ടയത്തും, കോട്ടയത്തുള്ളവന് കാസർഗോഡും ഒക്കെ ആയിട്ട് സെൻറ്റർ കൊടുത്തു എന്നുള്ള വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം ഒന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമ്മുടെ അടുത്ത 4 വർഷം ഡിസൈഡ് ചെയ്യുന്ന എക്സാം ആണ്. അപ്പോൾ നമുക്ക് നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടിയാലല്ലേ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇത്രയും വർഷമായിട്ട് കീം നടക്കുന്നതാണ്. നമുക്കറിയാം എത്ര കുട്ടികൾ ഇതിനെ രജിസ്റ്റർ ചെയ്യും, എത്ര കുട്ടികൾ ആക്ച്വലി വന്ന് എക്സാം എഴുതും എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനുള്ള സമയവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത്രയും നാൾ ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള എക്സാം സെന്റേഴ്സും അവിടുത്തെ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സും ഒക്കെ അസൈൻ ചെയ്ത് നമ്മൾ ചോദിക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ആ സെന്റർ നമുക്ക് കിട്ടാത്തതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനിയെങ്കിലും അടുത്ത വർഷങ്ങളിലെങ്കിലും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കിയെങ്കിലും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ആ സെന്റർ തന്നെ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ആലോചിക്കും, കോഴിക്കോടുള്ളവൻ കൊല്ലത്ത് തലേ ദിവസം തന്നെ വരണം, റൂം എടുക്കണം, ആ സ്ഥലം മനസ്സിലാക്കണം, പരിചയമില്ലാത്ത സ്ഥലമാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് കീം അതോറിറ്റീസ് ഇത് മനസ്സിൽ വെക്കുക. ഇനിയെങ്കിലും ഇങ്ങനത്തെ അപാകതകൾ, പാകപ്പിഴകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ഇത്തവണ ഇങ്ങനെ കിട്ടിയവരാരും പേടിക്കേണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതിന്റെ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈ കുറച്ച് ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് നോക്കി പോകാവുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവർക്കും ഈ ഒരു ചാപ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാവാം. പിന്നെ ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതും കൂടെ, ഈ പറയുന്ന അടുത്ത ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ റെഫർ ചെയ്യും. അപ്പോൾ ആ ചാപ്റ്റേഴ്സിന്റെ പേരിലേക്ക് പോകുന്നതിന് ജസ്റ്റ് മുമ്പ് നമുക്ക് ഗേറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് വീഡിയോ, ഒരു പ്രൊമോ പാട്ടുണ്ട്. നിങ്ങൾ കീം ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. PW 4 വർഷം തികയ്ക്കുകയാണ്. ഈ മൈൽ സ്റ്റോണിനോടനുബന്ധിച്ച് ചില എക്സ്ട്രാ ഓർഡിനറി ഓഫേഴ്സ് അവരുടെ കോഴ്സസിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 75% വരെ ഓഫറാണ് EAC ഗേറ്റ് ബാച്ചസിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ അവസരം മുതലാക്കുക. ആ ബാച്ചസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പരാക്രം 2.0 ഗേറ്റ് 2025 ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ബാച്ച്. വിജയ് 2.0 ഫോർ റാങ്ക് ഇംപ്രൂവ്മെൻറ്റ്. ശ്രേഷ്ഠ 2.0 ഫോർ ഗേറ്റ് 2026 ആസ്പിറൻസ്. പരാക്രം EAC ഗേറ്റ് ആൻഡ് PSU ബാച്ച് D 2025. ശ്രേഷ്ഠ EAC ഗേറ്റ് ആൻഡ് PSU ബാച്ച് D 2026. ശ്രേഷ്ഠ 2.0 ബാച്ച് B 2026 PSU ആൻഡ് പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ. ശ്രേഷ്ഠ 2026 കെമിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ച്. പരാക്രം ഗേറ്റ് 2025 for computer science and DA. പരാക്രം 2.0 ഗേറ്റ് 2025 PSU and placement preparation included. ഗേറ്റ് 2025 ടെസ്റ്റ് സീരീസ് with 95+ tests available. ബാച്ച് ഇൻഫിനിറ്റി. ഈ ബാച്ചിലൂടെ ഗേറ്റ് ഖസാന, PYQ, ഗേറ്റ് 2025 ടെസ്റ്റ് സീരീസ്, മെന്റർഷിപ്പ് തുടങ്ങി നിരവധി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് അവർ കൊണ്ട് തരികയാണ്. മറ്റു ബാച്ചുകളുടെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ലെക്ചേഴ്സ് ആൻഡ് ടെസ്റ്റ് പ്ലാനർ, മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ്, ഗേറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, ലൈവ് ലെക്ചേഴ്സ് ഫ്രം ടോപ്പ് ഫാക്കൽറ്റീസ്, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഷീറ്റ്സ്, ലൈവ് പ്രാക്ടീസ് ഷീറ്റ് ഡിസ്കഷൻ, ഡൗട്ട് എഞ്ചിൻ, റെഗുലർ ടെസ്റ്റ്, PYQ ആൻഡ് ദർ വീഡിയോ സൊല്യൂഷൻസ്, EAC ആൻഡ് ഗേറ്റ് മോഡൽ. മറ്റൊരു സവിശേഷത അവരുടെ ബുക്കുകളാണ്. ഈ ബുക്കുകൾ കംപ്ലീറ്റ്ലി ഗേറ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെയും വീഡിയോ സൊല്യൂഷൻസ്, QR എംബെഡഡ് വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെക്കൗട്ട് ചെയ്യുക. കൂപ്പൺ കോഡായിട്ടുള്ള AR500 ഉപയോഗിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ആസ് പ്രോമിസ്ഡ് മാത്തമാറ്റിക്സിൽ നിന്ന് നിങ്ങൾ ഈ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കി പോവാം, കുറച്ച് ടോപ്പിക്സ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാം. ടോപ്പിക്സ് ഇതാണ്. ഒന്നാമത്തേത് വളരെ ഈസി ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, സെറ്റ്സ്. അതിൽ നിങ്ങൾ വെൻ ഡയഗ്രവും അതുപോലെ തന്നെ സെറ്റിന്റെ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, യൂണിയൻ ഓപ്പറേഷൻ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ,
തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 8 മാർക്കായി. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഇവിടെ നിന്ന് ഇവിടെ എത്തും. പിന്നെ GP, ജിയോമെട്രിക് പ്രോഗ്രഷൻ, അതിനകത്ത് nth ടേം എങ്ങനെ കണ്ടുപിടിക്കും, കോമൺ റേഷ്യോ എന്താണ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് എങ്ങനെ, തുടങ്ങിയ കാര്യങ്ങൾ, സിമ്പിൾ ഇക്വേഷൻസ്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, മാട്രിസിന്റെ ഓപ്പറേഷൻ, ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് കുറച്ചൊരു നല്ല ടോപ്പിക്കാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. അതായത് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്നാൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ്, നോ സൊല്യൂഷൻസ്, യുണീക്ക് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ടോപ്പിക് പറ്റുമെങ്കിൽ നോക്കുക. ഞാൻ ഈ പറയുന്ന ടോപ്പിക് എല്ലാം നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് ടോപ്പിക്സ് നോക്കുക. നിങ്ങൾ ഒന്നും പഠിക്കാത്തവർക്ക് ജസ്റ്റ് പാസ്സാവാനും, കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനും, ടോപ്പേഴ്സിന് അവരുടെ റാങ്ക് ഊട്ടി ഉറപ്പിക്കാനും മാത്രമാണ് ഈ ഒരു വീഡിയോ. ഓക്കെ. പിന്നെ ലൈൻസ്, കോണിക് സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലൈൻസിന്റെ വീഡിയോ നമ്മൾ ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. കോണിക് സെക്ഷന്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. ഏത് ചാനൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം, എല്ലാം നല്ല ചാനലുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ട്, സാധനമുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിരാം ആർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ, നിങ്ങളുടെയും എൻ്റെയും യൂട്യൂബ് ചാനലിൽ ഉണ്ട് ലൈൻസും കോണിക് സെക്ഷനും. അതിനകത്ത് ഡിഫിക്കൽട്ടി 0 ആക്കിയിട്ടാണ് നമ്മൾ എല്ലാം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ തന്നെ കാര്യങ്ങൾ ഓക്കെയാണ്. പിന്നെ വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ബേസിക്സ് നോക്കുക, എന്താണ് ഒരു വെക്ടർ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ വെക്ടർ പ്രോഡക്റ്റും സ്കേലാർ പ്രോഡക്റ്റും നോക്കി വെക്കുക. മതി അത്രയും മതി. ഞാനില്ലേ നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്. 3Dയിൽ നിങ്ങൾ ഡയറക്ഷൻ, കൊസൈൻ എന്നുള്ള ഭാഗം നോക്കി പോവുക. പിന്നെ അതിനകത്ത് ബേസിക് ഇക്വേഷൻസ് ഉണ്ടല്ലോ, 2 ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ 3Dയിലുള്ളത് നിങ്ങൾ നോക്കിപ്പോ. ഞാൻ പറയുന്നത് ഈ 3D എന്നുള്ള ചാപ്റ്ററിലെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രം മതി. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വന്നാൽ മീൻ, ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. മീന്, അതായത് ആവറേജ് എടുക്കാനൊക്കെ നമുക്ക് കൊച്ചു ക്ലാസ്സിൽ തന്നെ പഠിക്കും. അതൊക്കെ അതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻ വരും. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ 250 റാങ്ക്, അത് ഓർമ്മ വേണം. മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ജസ്റ്റ് ഫോർമുല മാത്രം ഓർത്തിരിക്കുക, പഠിക്കുക. പിന്നെ ലിമിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ വരും. അതിനകത്ത് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അത് നോക്കിയിട്ട് പോയാൽ മാത്രം മതി. ലിമിറ്റ്സിന്റെ മിക്കവാറും ഒരു 75% ചോദ്യം വരുന്നത് ചെയ്യാൻ പറ്റും. പിന്നെ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, dy/dx. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവർ ശരിയാക്കാൻ പറ്റും. നേരെ ഡയറക്റ്റ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും കൂടെ അറിഞ്ഞാൽ കൂടുതൽ നല്ലത്. അതിനകത്ത് തന്നെ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ ഒന്നുമില്ല. dy/dx കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലൈനിന്റെ സ്ലോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, അത് സിലബസിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും dy/dx തന്നെയാണ് സ്ലോപ്പ്, പ്രശ്നമില്ല. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്ക്, അതിനകത്തെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്ക്, അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാലായി എന്നുള്ളതേ ഉള്ളൂ. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ചാപ്റ്റർ ആണ്, അതും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നോക്കാൻ പറ്റുന്ന ചാപ്റ്റർ ബൈനോമിയൽ തിയറം, അത് നല്ലൊരു സാധനമാണ്. ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അത് ഞാൻ പക്ഷെ സിലബസിൽ കണ്ടില്ല ബൈനോമിയൽ തിയറം. സ്റ്റിൽ അപ്പൊ ഇത്രയും ചെറിയ ടോപ്പിക്സ് മാത്സ്, നീ പറഞ്ഞതെല്ലാം നോക്കണം എന്നല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളായിട്ട് പാസ്സാവാം. ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ മാത്സിൽ 75 ചോദ്യങ്ങളുള്ളതിൽ ഉറപ്പായിട്ടും ഒരു 35 ഡയറക്റ്റ് ആയിരിക്കും. ആ 35 ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. ആ 35 ഒരു 30 നമ്മൾക്ക് ശരിയാക്കാൻ പറ്റിയാൽ റിയലി ഗ്രേറ്റ്. ബാക്കി വരുന്ന 40 നമ്മൾ ഗസ് അടിച്ചും കുറച്ചിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തും ഒക്കെ നമുക്കൊരു 10 ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം. മൊത്തത്തിൽ എത്ര 40 ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ സോൾവ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും. ഫിസിക്സിൽ 45 ചോദ്യത്തിൽ 20 ഡയറക്റ്റ് ആയിരിക്കും. 20 മൊത്തത്തിൽ നിങ്ങൾ ശരിയാക്കിയാൽ നേരത്തെ 40 ഈ 20 ആയപ്പോൾ 60 കെമിസ്ട്രിയിൽ 30 ചോദ്യമുണ്ട്. 10 ശരിയാക്കിയാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 70 ശരിയായി. 280 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. വളരെ നല്ല സ്കോറാണ്. ഓക്കെ, എനിത്തിങ് എബവ് 200 സൂപ്പർ സ്കോറാണ്. കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ഫിസിക്സിലെ ഇതേപോലത്തെ നല്ല ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അത് ഞാൻ പേപ്പറിൽ എഴുതിയിട്ടില്ല, ലാപ്ടോപ്പിലാണ്. കുറച്ച് നേരം ലാപ്ടോപ്പും പിടിച്ച് നിന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എൻ്റെ ലാപ്ടോപ്പ് ലെനോവോ. നിങ്ങൾ കോളേജിലേക്ക് കയറുമ്പോൾ ലെനോവോ ലാപ്ടോപ്പ് എടുത്താൽ നന്നായിരിക്കും. ഇത് ലെനോവോ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ പറയുന്നതൊന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫിസിക്സിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന സാധനം, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഈ 2 ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കാം. പിന്നെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇത് യൂണിഫോം മോഷനിലും നോൺ യൂണിഫോം മോഷനിലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ, അതിൻ്റെ ഇക്വേഷൻസ്, റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് തുടങ്ങിയ ഇക്വേഷൻ മാത്രം പോരെ, ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്ത് പഠിച്ചാൽ സെറ്റ്. ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വരുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, mv²/r എന്നൊക്കെയുള്ള ഫോർമുല, അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് പഠിക്കുക. സർക്കുലാർ മോഷൻ, അതിന്റെ കാര്യങ്ങൾ, വെഹിക്കിൾ ഓൺ എ ലെവൽ റോഡ്, ബാങ്ക്ഡ് റോഡ്, ഈ കാര്യങ്ങൾ. പിന്നെ കൈനറ്റിക് എനർജി ½ mv², വർക്ക് എനർജി തിയറം, പൊട്ടൻഷ്യൽ എനർജി mgh, സ്പ്രിങ് ½ kx² എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, F=kx, സ്പ്രിങ്ങിന്റെ കാര്യങ്ങൾ, അതൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. കൊളിഷൻ ഒരു സ്ഥിരം ചോദ്യമാണ്, കൊളിഷൻ വരാൻ സാധ്യതയുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഈ ഞാനിങ്ങനെ ഓരോ ഡയലോഗ് അടിക്കുന്നതായിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ പോയി പഠിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. പിന്നെ 2 പാർട്ടിക്കിൾ സിസ്റ്റം വന്നിട്ട് സെന്റർ ഓഫ് മാസ് ചോദിക്കാം. അത് m1x1 + m2x2 m1 + m2 ചെയ്ത x കോർഡിനേറ്റും m1y1 + m2y2 m1 + m2 ചെയ്ത y കോർഡിനേറ്റും കിട്ടും. അങ്ങനത്തെ ബേസിക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ 20 ഈസി ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ളതാണ് ഇതൊക്കെ. പിന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സിമ്പിൾ സ്ട്രക്ചർ, സ്ട്രൈറ്റ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/r, ആ കാര്യങ്ങളൊക്കെ സിമ്പിൾ സാധനങ്ങൾ. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര, ml²/2 ആണെന്ന് തോന്നുന്നു, mr²/2 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, പണ്ട് പഠിച്ചതാണ്. പിന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്താൽ സ്മോൾ g, ഹൈറ്റ് കൂടുമ്പോൾ എങ്ങനെ വേരി ചെയ്യും, ഡെപ്തിൽ എങ്ങനെ വേരി ചെയ്യും എന്നുള്ള കാര്യങ്ങൾ. പിന്നെന്താ അതിനകത്ത് എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് സോളിഡ്സ് ഒക്കെ ചാപ്റ്ററിൽ പോയാൽ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, സ്ട്രെസ് സ്ട്രെയിൻ, ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഫ്ലൂയിഡ്സിൽ പോയി കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്താണ്, സ്ട്രോക്സ് ലോ, ടെർമിനൽ വെലോസിറ്റി 2/9r²g/η ρb - ρd എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് അത് നോക്കുക. റെയ്നോൾഡ്സ് നമ്പർ നോക്കുക, ക്രിട്ടിക്കൽ വെലോസിറ്റി, ജസ്റ്റ് അതിനകത്തെ ഫോർമുലാസ് നോക്കുക. പിന്നെ വരുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, സ്റ്റീഫാൻസ് ലോ, അത് മറ്റേ σ⁴r എന്നൊക്കെ പറയുന്ന സാധനം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി മക്കളെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ സിലബസിൽ അവർ പ്രോപ്പറായിട്ട് ഈ വാക്ക് കൃത്യമായിട്ട് തന്നെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അപ്പൊ അതെന്താണെന്ന് വായിച്ചു നോക്കുക, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് തീർച്ചയായിട്ടും നോക്കുക, √3RT/m എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ ഫ്രീ പാത്ത് അറിഞ്ഞുകൂടെങ്കിൽ ഗൂഗിൾ ചെയ്യാം, ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരാം. പിന്നെ SHMന്റെ ഇക്വേഷൻസ്, അത് സിമ്പിളാണ്. പൊസിഷൻ A sin⁻t, വെലോസിറ്റി A⍵sin⁻t cos⁻t എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ, ആ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബേസിക് ആയിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനും അറിയണം. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് കോൺസെപ്റ്റ് അറിയണം. യൂട്യൂബിൽ ജസ്റ്റ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, സിമ്പിളാണ്, അറിയാവുന്നതായിരിക്കും മിക്കവാറും പേർക്ക്. മാഗ്നറ്റിസത്തിലേക്ക് വന്നാൽ അതിൻ്റെ ചെറിയ ഇക്വേഷൻസ്. പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് പാര, ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന സാധനം. പിന്നെ മോഡേൺ ഫിസിക്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, എനർജി ഈസ് ഈക്വൽ ടു വന്ന് ഇടിച്ചിട്ട് ഇലക്ട്രോൺ പോകാനുള്ള എനർജി പ്ലസ് ഇലക്ട്രോൺ പോകുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിനെ എടുക്കുക hν + ke, ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ബ്രോഗ്ലി റിലേഷൻ λ ഈസ് ഈക്വൽ ടു h/mv, ആ സാധനം അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും വരാൻ ചാൻസ് ഉണ്ട്. ഡി ബ്രോഗ്ലി റിലേഷൻ ഫിസിക്സിൽ അത്രയേ ഉള്ളൂ. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്.
ഞാൻ എഴുതിയ വർഷം ഞാൻ ബയോമോളിക്യൂൾസ് വായിച്ചിട്ട് പോയി. ഞാൻ ആദ്യം പേപ്പർ തുറന്ന് കെമിസ്ട്രി എടുത്തപ്പോൾ കണ്ട ചോദ്യം ബയോമോളിക്യൂൾസ് എന്ന് ഞാൻ ആ ദിവസം രാവിലെ വായിച്ച ടോപ്പിക്കായിരുന്നു. സിമ്പിളായിട്ട് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. കോൺഫിഡൻസ് ബൂസ്റ്റർ. ഓക്കെ, അപ്പോൾ ബയോമോളിക്യൂൾസ് തീർച്ചയായിട്ടും വായിക്കുക. പിന്നെ നിങ്ങൾക്ക് വായിച്ചു വിടാൻ പറ്റിയ ടോപ്പിക്സ് ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും കോർഡിനേഷൻ കോമ്പൗണ്ട്സും. ഓക്കെ, പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വന്നാൽ അറിയാവുന്നവർക്ക് ഓക്കെ ആണ്, അവർക്ക് പിന്നത്തെ ജസ്റ്റ് ബേസിക്സ് നോക്കിയാൽ മതി. അറിയാത്തവർ ഉറപ്പായിട്ടും പഠിക്കേണ്ടുന്ന റിയാക്ഷൻ SN1 റിയാക്ഷൻ, SN2 റിയാക്ഷൻ, എക്സാമ്പിൾസ്, എല്ലാ നെയിംഡ് റിയാക്ഷൻസും, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, ഹൈഡ്രോ കാർബൺസിന്റെ തുടങ്ങിയ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, നൈട്രജൻ കോമ്പൗണ്ട്സ്, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് മാത്രം നോക്കി വെക്കുക. ഓർഗാനിക്കിൽ ഇത്രയേ ഉള്ളൂ. NCERT ഒന്ന് വായിച്ചു വിട്ടാൽ ഓക്കെയാണ്. പിന്നെ നെയിംഡ് റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. കുറച്ച് റിയാക്ഷൻസ് ഉണ്ടല്ലോ, എന്താ സ്റ്റീഫൻസ് റിയാക്ഷനോ എന്തൊക്കെയോ ഉണ്ടല്ലോ, കെന്നിസാറോ റിയാക്ഷൻ. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം, ഈസി ടോപ്പിക്കാണ്, പഠിച്ചിട്ട് പോകും. പിന്നെ ഓക്സിഡേഷൻ നമ്പർ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ റേറ്റ് ഓഫ് റിയാക്ഷൻ, ആ കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഹാഫ് ലൈഫ്, അത് 0 ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ മാത്രം മതി. ആക്ടിവേഷൻ എനർജി, അറീനിയസ് ഇക്വേഷൻ, K is equal to AE power minus EA/RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ചോദിക്കും. അത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി 4 മാർക്കാണ് ഇപ്പോൾ തരുന്നത്. അർഹീനിയസ് ഇക്വേഷൻ അറിഞ്ഞുകൂടെങ്കിൽ പോയി നോക്കിയിട്ട് വരണം. K is equal to AE power minus EA/RT. ഈ EA എന്ന് പറയുന്നത് IA അല്ല, EA എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കി വിടാൻ പറ്റുന്നത് നോമെൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് ആഫ്റ്റർ 100 കഴിഞ്ഞ് വരുന്ന എലമെന്റ്സിന്റെ പേര് എങ്ങനെ ഇട്ട് കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. പിന്നെ VSEPR തിയറി, ബേസിക് ആയിട്ട് ഓരോന്നിന്റെ ഹൈബ്രിഡൈസേഷൻ പഠിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ പഠിക്കുക. പിന്നെ SPD ഓർബിറ്റൽസ്, അതിന്റെ ഷേപ്സ്, സിമ്പിൾ മോളിക്യൂൾസിന്റെ ഷേപ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ സത്യമായിട്ടും എനിക്ക് നിങ്ങളെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സത്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് എക്സ്ട്രാ കിട്ടും. നിങ്ങൾ ഫുൾ മാർക്ക് അടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സ്കോറ് കിട്ടും. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടവർക്കൊക്കെ എൻ്റെ പേരിലും ചാനലിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും നന്ദി. കാരണം ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരുന്ന ഒരു വീഡിയോ ആണ്. അതെനിക്കും അറിയാം. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളും പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.